ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനിയായ ഇടുക്കി ഡി ജെസ്സി ടീച്ചറാണ്. നമ്മുടെ ITS സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്യുകയും നമ്മോടൊപ്പം തന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ജെസ്സി ടീച്ചറിനെ ഈ പരിപാടിയിലേക്ക് ITS സ്കൂളിന്റെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നിപ്പോ നമ്മുടെ വന്നു കൂടിയിരിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് അറിയാതിരിക്കല്ലോ അല്ലെ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ വാരാഘോഷത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. കുറെ നാളുകളായി മാനവരാശി ഉത്പാദിപ്പിച്ച വിജ്ഞാനം പഠിച്ചും ഉപയോഗിച്ചും കൈമാറിയും ആണ് ഇന്നത്തെ ഇതിൽ എല്ലാവരും എത്തിയിരിക്കുന്നത്. നമ്മളുടെ വിജ്ഞാനത്തിന് ഈ പറയുന്ന സ്വാതന്ത്ര്യങ്ങൾ എല്ലാം വേണ്ടതാണ്. പക്ഷെ ചിലവർ വിജ്ഞാനത്തെ കുത്തവകാശമായി വെച്ചിരിക്കുകയാണ്. ഇതിനെതിരായി സോഫ്റ്റ്വെയർ രംഗത്ത് വളർന്നു വരുന്ന ഒരു ആഗോള കൂട്ടായ്മയാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം. ഇതിന്റെ ഒരു വാരാഘോഷമാണ് നാം ഇന്നിവിടെ നടത്തുന്നത്. പണം നൽകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കൂടി തടഞ്ഞു നിർത്തുന്ന പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയറുകൾ നാം ഉപയോഗിക്കേണ്ടതുണ്ടോ എന്ന് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവുള്ള പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിന് പകരം സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് നമ്മളിപ്പോൾ സ്കൂളിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിന്റെ പുസ്തകവൽക്കരണത്തിനുള്ള എല്ലാതരം ശ്രമങ്ങളെയും നാം ചെറുക്കുമെന്നും നാം ഓരോരുത്തരും സൃഷ്ടിക്കുന്ന വിജ്ഞാനത്തെ സമൂഹത്തിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി എന്നും സ്വതന്ത്രമാക്കുമെന്നും സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള എല്ലാത്തരം വിജ്ഞാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുമെന്നും നാം കൂട്ടായി പ്രതിജ്ഞ എടുക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് ITS സ്കൂള് ഒക്കെ ചേർന്ന് വളരെ വിപുലമായ പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സ്കൂളിലെ IT റൂം തന്നെ എടുത്ത് പരിശോധിച്ചാൽ അറിയാം. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് ടീച്ചർമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കാണാതെ പഠിച്ച് വീണ്ടും വീണ്ടും ഉരുവിട്ട് അതൊരു വാക്കിന്റെ ഇടയിൽ വന്നതായി നമുക്ക് പരീക്ഷ എഴുതാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ അതെല്ലാം ഇന്ന് മാറി. നിങ്ങൾക്ക് എല്ലാ വിഷയത്തിലും വളരെ ഗഹനമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെയുള്ള വേദി സ്കൂളിലുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്കെല്ലാം വിദ്യ കൊടുക്കുന്നതോ വേണ്ടത് അല്ലേ, മലയാളക്കാരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. എത്ര പേർ അവരോട് കിട്ടുന്ന വിദ്യ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരോട് തന്നെ ഒന്ന് ചിന്തിക്കുക. നമുക്കറിയാമോ, ഇംഗ്ലീഷ് ഒരു കുട്ടി പുറകിലാണെന്നില്ല, നമ്മൾ എത്ര പേർ ആ കുട്ടിയെ മുകളിലേക്ക് കയറ്റാൻ വേണ്ടി ആ കുട്ടിക്ക് സഹായം ചെയ്തിരുന്ന ആളുകളുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ ഇപ്പോൾ